ലാസ്റ്റ് നമ്മൾ കണ്ടത് ഇവർ ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു. പക്ഷേ അത് മറ്റൊരു കമ്പനി കോപ്പി അടിച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന്റെ തലേ ദിവസം നടന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ദാരി ഇതൊരു യഥാർത്ഥ മദർ ക്യാരി ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നറിയാനായിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിലുള്ള ഒരു ബൊമ്മയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ബെൽറ്റ് എത്ര സമയം ആകുമ്പോഴായിരിക്കും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇവളത് തോളിലിട്ട് നടക്കാണ്. ഹിയും ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പൊ ദാരിയുടെ അമ്മ ഈ ഒരു കോലം കണ്ടിട്ട് ഇവളോട് ഇത് മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് ഓടിക്കളഞ്ഞു, നീ ഇത്ര ദൂരമൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ ആ സൂപ്പർ മാർക്കറ്റിലുള്ള ഓരോ ലേഡീസ് നീ ഒരു കുട്ടിയെ കൊണ്ടിവിടെ നടക്കുന്നെന്ന് പറഞ്ഞ് ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആരുടെ എത്തിയിട്ടുണ്ടാവുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഇങ്ങനെ പോയാലും നിന്നെ ആരെങ്കിലും വന്ന് കേട്ടോ എന്ന് ചോദിക്കുമ്പോ ഹിയോ അത് പിന്നെ ഞങ്ങൾ ആന്റി എന്ന് പറയാൻ വരുമ്പോ, അതായത് ഇവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയാൻ വരുന്നു. പക്ഷെ ദാരി ഇവന് നല്ലത് കൊടുത്ത് വാ അടുപ്പിക്കാണ്. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അമ്മയോട് ഒന്നുമില്ല എന്ന് പറയുമ്പോ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഇവര് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന സമയത്ത് ഹിയോ പെട്ടെന്ന് തന്നെ ദാരിയുടെ അമ്മയോട് അതുപോലെ ഇവന്റെ അമ്മയോടും എനിക്ക് നിങ്ങളുടെ രണ്ടുപേരോടും ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദാരി ഒരുപാട് ഇഷ്ടമാണ് എന്ന കാര്യം തുറന്നു പറയാണ്. ദാരിയുടെ അമ്മ അത് കേട്ട് ഷോക്ക് ആകുന്നുണ്ടെങ്കിലും ഹിയോന്റെ അമ്മയ്ക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമാവാണ്. ലാസ്റ്റ് അവൻ എന്തായാലും അത് തുറന്നു പറഞ്ഞല്ലോ. ദാരി നല്ലോണം പേടിച്ചിരിക്കാണ്. ഇവൾക്ക് ഒരു ക്ലൂവും കൊടുക്കാതെയാണ് ഇവരിപ്പോ അത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഹിയോ ഒരു തമാശ രീതിയിലൊന്നല്ല പറയുന്നത്, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ദാരിയുടെ അമ്മയോട് സംസാരിക്കുന്നത്. എനിക്ക് വിവാഹം കഴിക്കാൻ നല്ല താല്പര്യമുണ്ട്, എനിക്ക് നിങ്ങളുടെ മരുമകനാവാനാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ദാരിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണം എന്നറിയില്ല. ഇവരെ എക്സ്പെക്ട് ചെയ്യാതെയാണല്ലോ ഈ ഒരു പ്രപ്പോസൽ ഹിയോ വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ റോങ് ആയിട്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം, തൽക്കാലം ഇരുന്ന് കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഹിയും അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് ദാരിയോട് അല്ല നിന്റെ അമ്മ എന്നെ റിജക്ട് വല്ലതും ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് എന്റെ അമ്മ നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഓൾറെഡി തന്നെ വീണെടുക്കാം, എന്റെ അമ്മയ്ക്ക് അല്ലെങ്കിലും സൗന്ദര്യമുള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എന്തായാലും നിങ്ങളെ റിജക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവന് തന്നെ ചിരി വരികയാണ്. എന്തായാലും ഇവരുടെ ഫാമിലിയുടെ മുന്നിൽ ആ ഒരു കാര്യം അവതരിപ്പിച്ചല്ലോ വലിയൊരു ഭാരം തന്നെയാണ് ഇവർ വീണ്ടും ഇറക്കി വെക്കുന്നത്. ഇനി ആ ഒരു ബേബി പ്രോഡക്റ്റിന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ റിലീസ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് സമാധാനവും, ഇവർക്ക് പിന്നെ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങാം, അതുപോലെ തന്നെ ഇവളുടെ പേഴ്സണൽ ലൈഫ് നോക്കി മുന്നോട്ട് പോകാമല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു തലേന്ന് വരെ ഇവര് ഭയങ്കര ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പിറ്റേന്ന് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് മറ്റൊരു കമ്പനി ഇതേ സെയിം പ്രോഡക്റ്റ് ഇപ്പൊ കോപ്പി അടിച്ചിരിക്കുന്നത്. അതറിഞ്ഞ ഹിയോന്റെ ഫാദറും നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ആരാ ദാരി എന്ന് ചോദിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദാരിയെ തല്ലുകയാണ്. പെട്ടെന്ന് ഹിയോ അവളെ പോയി പിടിച്ചിട്ട് ഇയാളോട് നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്റെ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് എന്നെ ചതിക്കാന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ച് ഇയാളുടെ ആളുകളെ കൊണ്ട് ഇവളെ പിടിച്ചോണ്ട് പോകാനായിട്ട് പറയുന്നു. പക്ഷെ ഹിയോ സമ്മതിക്കുന്നില്ല. ഇയാളിപ്പോ വിചാരിക്കുന്നത് ഇവളാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ലീക്ക് ആക്കിയത് എന്നാണ്, ഇവളൊരു സ്പൈ ആണ് എന്ന രീതിയിലേക്കാണ് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ സ്പ്രെഡ് ആയിരിക്കുന്നതും ഇയാൾ വിചാരിക്കുന്നതും. എല്ലാവരും അത് കേട്ട് ഷോക്കാവാണ്, ദാരി ഉൾപ്പെടെ. കാരണം ഇവളാണല്ലോ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട വ്യക്തി. ആ വ്യക്തിയെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും മുദ്ര കുത്തിയിരിക്കുന്നത് സ്പൈ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇവളെ ഇപ്പോ ഇവരുടെ ഓഡിറ്റർ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ആയിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ആ ഒരു മോംസ് ജോയ് എന്നാണ് മറ്റേ ആ ഒരു കമ്പനിയുടെ പേര്, ആ ഒരു കമ്പനിയിലേക്ക് ഇവരുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ആയിരിക്കുന്നത്. ആ ഒരു തെളിവും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളോട് ഇനി ഒന്നും മറച്ചു വെക്കണ്ട, എല്ലാം തുറന്നു പറഞ്ഞേക്ക്, കുറ്റം സമ്മതിച്ചേക്ക് എന്ന് പറയുമ്പോൾ ഇവള് ഇതിനെപ്പറ്റി ഒരു കാര്യം പോലും തനിക്ക് അറിയില്ല, ആരെങ്കിലും എന്റെ കമ്പ്യൂട്ടർ സീക്രട്ട് ആയിട്ട് യൂസ് ചെയ്ത് ആയിക്കൂടെ, ഞാൻ ഉറച്ചു നിൽക്കാം, ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത്, പിന്നെ ഞാനായിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് ഒരു പേപ്പർ എടുത്ത് ഇവളെ കാണിക്കുകയാണ്. അതായത് ഇവള് ഓൾറെഡി തന്നെ റിസൈൻ ലെറ്ററും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നല്ലോ. ആ ഒരു സംഭവം ഇവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ പറയുന്നത് ഈ ഒരു കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ മറ്റൊരു കമ്പനിക്ക് ചോർത്തി കൊടുത്തിട്ട് ഈ ഒരു കമ്പനിയിൽ നിന്ന് ജോലി രാജിവെച്ച് പോകാനായിട്ടാണ് ഇവൾ ഇരുന്നത് എന്നാണ്. പക്ഷെ താരി ഇയാളോട് ഇത് അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ആ ഉദ്ദേശത്തിലൊന്നല്ല ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇയാള് വീണ്ടും നിങ്ങൾ മാരീഡ് അല്ല അല്ലെ, മാരീഡ് അല്ലാതെയാണ് ഈ ഒരു ജോലിയിൽ കള്ളം പറഞ്ഞ് പ്രവേശിച്ചത്, അത് സത്യമാണോ കള്ളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം ഇവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ജീഹി തന്നെ ആയിരിക്കണം അത് പബ്ലിക് ആക്കിയത്. സോ ആ ഒരു കുറ്റം ഇവള് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റു തെറ്റുകളും ഇവളുടെ ഭാഗത്ത് തന്നെയാണ്, ഇവൾ അത് ചെയ്തു എന്ന രീതിയിലാണ് ഇയാളെ സംസാരിക്കുന്നത്. ഇവളുടെ തലയിൽ അത് കെട്ടിവെച്ച് ഇവളെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോ ഹിയോ ഇവിടെ അച്ഛനോട് ദാരിയല്ല ആ ഒരു കാര്യത്തിന് പിന്നിൽ, അവൾ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഇയാൾ അത് വിശ്വസിക്കുന്നില്ല. അവളുടെ കമ്പ്യൂട്ടറിൽ നിന്നാണല്ലോ ആ ഒരു സംഭവങ്ങളൊക്കെ ഷെയർ ആയി പോയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടന്നത് കൊണ്ട് തന്നെ ഇവരുടെ കമ്പനിക്ക് ഇപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയും കിടന്ന് പഠിക്കുന്നത്. സോ ഹിയോ വീണ്ടും വീണ്ടും ദാരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ജീഹി അച്ഛനോട് അച്ഛ എനിക്കൊരു സംശയം, ഇനിയിപ്പോ എന്ത് വന്നാലും ഹിയോ ദാരിയെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കാൻ പോകുന്നുള്ളൂ, എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു അപരിചിതൻ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കറക്റ്റ് സമയത്ത് എരുതിയിലെ എണ്ണ ഒഴിക്കാനായിട്ട് ഇവളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇവര് ഒരുമിച്ച് ആണ് എന്ന് കാണിക്കാനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ, ആ ഒരു സംഭവം കറക്റ്റ് സമയത്ത് തന്നെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുകയാണ്. അത് കാണുമ്പോൾ ഇയാൾക്ക് വീണ്ടും ഭ്രാന്ത് കൂടുകയാണ്. കാരണം ഇവന്റെ കല്യാണം മറ്റൊരു വ്യക്തിയായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കല്യാണം നടക്കും, നീ എന്തെങ്കിലും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഹിയോ പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇവളെയാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനോട് യോജിക്കുന്നില്ല. നീ പ്രണയം കൊണ്ടിരുന്നാലും നിനക്ക് ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല, ഇത് നിന്റെ ജീവിതത്തിലെ
ലൈഫിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള മൊമെന്റ് ആണ്. നീ ഒരു റോങ് ആയിട്ടുള്ള ചോയ്സ് എടുക്കരുത് എന്ന് പറഞ്ഞ് ഇയാളെ വീണ്ടും വീണ്ടും കമ്പനിയുടെ നേട്ടങ്ങളും അതും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹിയോ താൻ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം ഇവളുടെ ആ ഒരു ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടെയുള്ള എല്ലാ എംപ്ലോയീസും ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. ഇവളെ കള്ളം പറഞ്ഞിട്ടാണ് ആ ഒരു ജോലിയിൽ കയറിയത്. ഇവളെ മറ്റൊരു കമ്പനിക്ക് ഇവരുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്ന കാര്യങ്ങളൊക്കെ. സോ ഇവളെ ഒരു സ്പൈ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. അവൾ അങ്ങനത്തെ ക്യാരക്ടറാണ്, ഇങ്ങനത്തെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ഇവളെ കുറ്റം പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ധാരയും എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ ഭയങ്കരമായിട്ട് തകർന്ന് വരികയാണ്. പക്ഷെ അപ്പോഴേക്കും ഹിയോ ഒന്നും നോക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളെ ചേർത്ത് പിടിക്കുകയാണ്, ആരെയും പേടിക്കാതെ. എന്നിട്ട് ഇവളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവളെ ഇതൊക്കെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ വിട്ടതിൽ അച്ഛൻ തല്ലുകയൊക്കെ ചെയ്തല്ലോ. പക്ഷേ ഇവൾക്ക് നേരത്തേക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമായിരുന്നെങ്കിലും മറ്റൊരു കുറ്റം ഇവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അതും കൂടെ വാദിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഹിയോ ഇവളോടൊപ്പം തന്നെയാണ് ഉള്ളത്. നമ്മൾ ഇതിൽ എന്തായാലും വിജയിക്കും, നമ്മൾ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഇവളെ ചേർത്ത് പിടിക്കുകയാണ്. അവര് ഭയങ്കര സങ്കടത്തിലാണ് എങ്കിൽ പോലും ഇവിടെ ജീഹിയും ഹോങ് ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവരുടെ ഒരുപാട് നാളത്തെ ശ്രമമാണല്ലോ അവരെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിപ്പോ ഏതാണ്ട് സാധിച്ചിരിക്കുകയാണ്. ഇവർ തന്നെയാണ് ആ ഒരു സംഭവങ്ങളൊക്കെ ലീക്ക് ആക്കിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. പക്ഷേ ജീഹി ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഹോങ് ഇവളോട് അങ്ങനെ ത്രില്ലടിക്കാൻ വരട്ടെ, ക്ലൈമാക്സ് ഇനിയും നടന്നിട്ടില്ലല്ലോ എന്ന് പറയാണ്. ഇപ്പോ ധാരയാണല്ലോ ഇവർക്ക് ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിച്ചത്. ഇനിയും ഉണ്ട് പുറത്താക്കാൻ ആളുകൾ, ഹിയോയും അതുപോലെ തന്നെ ഇവളുടെ അച്ഛനും. എന്തായാലും ഇനി ഹിയോനെ പുറത്താക്കാനാണ് ഇവരുടെ അടുത്ത തീരുമാനം. അപ്പോഴേക്കും ധാര ഈ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഇനി എന്തായാലും ഇവൾക്ക് ഇങ്ങോട്ട് വരാനൊന്നും സാധിക്കില്ലല്ലോ. എല്ലാ കുറ്റവും ഇവളുടെ തലയിലാണ് വന്ന് എടുക്കുന്നത്. സോ അങ്ങനെ വിഷമിച്ച് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും ജീഹി കറക്റ്റ് ആയിട്ട് ഇവളെ കാണാനായിട്ട് വരികയാണ്. ധാരി നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചിട്ട്. അതിനുശേഷം ഇവിടെ യാങ് ഇതുവരെയും ഓക്കെ ആയിട്ടില്ലല്ലോ. വു അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവള് അവന്റെ അടുത്തേക്കോ ജോണിന്റെ അടുത്തേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. ഭയങ്കര നിരാശയിലാണ് ഉള്ളത്. ഇവൾക്ക് അടുത്തതായിട്ട് ഒരു പുതിയ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവളുടെ അസിസ്റ്റൻസ് ഇവളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവള് എല്ലാത്തിനും മൂളുക മാത്രമാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് ഒന്നും തന്നെ അറിയുന്നില്ല, ഒരു ഉന്മേഷവും കാണിക്കുന്നില്ല. അതെല്ലാം തന്നെ ഇവളുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോൾ വീണ്ടും വുവിന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. വുവും ജോണിനെ അപ്പോ ഡേ കെയർ എന്തൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്ന ടൈമാണ്. ജോണും അവിടെ ഇവരെ കണ്ട് അല്ലാച്ച ഇതാരാ എന്ന് ചോദിക്കുമ്പോ ഇത് യാങ്ങിന്റെ അമ്മയാണ് എന്ന് വു പറയുന്നതേ ഉള്ളൂ. ഉടനെ തന്നെ ജോൺ ഓടിക്കൊണ്ട് വന്ന് ഇവരോട് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ നടത്താണ്. നിങ്ങൾ ആ ഒരു സുന്ദരി പെണ്ണിന്റെ അമ്മയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവര് സുന്ദരി പെണ്ണോ എന്ന് ചോദിക്കുമ്പോൾ ജോൺ അതെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാ എന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ ഇവൻ വരച്ച ഒരു ഡ്രോയിങ്ങും അതുപോലെ ഒരു ജ്യൂസും എടുത്ത് അവൾക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞ് അമ്മയെ ഏൽപ്പിക്കുകയാണ്. ഇത് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് വു അതുപോയി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. എന്നിട്ട് ജോണിനെ വഴക്കറിയുന്നു. ഞാൻ പലതവണ പറഞ്ഞതല്ലേ അവളെ തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് എന്ന് പറഞ്ഞ് കുട്ടിയെ വഴക്ക് പറയുമ്പോൾ ജോൺ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മ അല്ല നിങ്ങളെന്തിനെ കൂട്ടി ഇത്രയും കിടന്ന് വഴക്ക് പറയുന്നത്, അവര് ഫ്രണ്ട്സ് ആണ്, ഈ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് മാത്രമല്ല അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എന്നെ ചോദിച്ച് ആ ഒരു ഗിഫ്റ്റ് തിരിച്ചു വാങ്ങിക്കുകയാണ്. ജോണിന് ഒരു സന്തോഷം ആവുന്നുണ്ട്. സോ ബു ഇവരോട് അല്ല മാഡം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ സംസാരിക്കാനായിട്ട് അകത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ജൂണിന് കഴിക്കാനായിട്ട് വു ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ ജൂണും ആദ്യം മുതിർന്നവരാണ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് യാങ്ങിന്റെ അമ്മയ്ക്കാണ് ഫസ്റ്റ് ബൈറ്റ് എടുത്തു കൊടുക്കുന്നത്. ഒരു കൊച്ചുകുട്ടി പോലും ഭയങ്കര മര്യാദ രീതിയിലാണല്ലോ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ഇവര് തന്നെ അത് കണ്ട് അന്തം വിട്ട് പോവാണ്. ഇവരുടെ മകള് ഇങ്ങനെ ഒരു ഫാമിലിയോട് അറ്റാച്ച് ആയി പോയതില്ല യാതൊരുവിധ തെറ്റും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇവര് തന്നെ വീണു പോയിരിക്കുകയാണ്. മാത്രമല്ല അവര് അച്ഛനും മകനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും സ്നേഹത്തിലൊക്കെ ആണല്ലോ ഉള്ളത്. ഇവരുടെ അടുത്തൊക്കെ ഒരുപാട് പൈസ ഉണ്ട് എങ്കിൽ പോലും ഇല്ലാത്തൊരു സംഗതിയാണ് ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത്. അതിനുശേഷം ഇവര് വൂവിനെയും കൂട്ടി പുറത്തു വന്നിരിക്കുകയാണ് സംസാരിക്കാനായിട്ട്. അമ്മയ്ക്കിപ്പോൾ നല്ലോണം തന്നെ ജോണിനെയും അതുപോലെ വൂവിനെയൊക്കെ നല്ലോണം തന്നെ ബോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് അല്ല നിങ്ങൾക്ക് എന്റെ മകളെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ വു പെട്ടെന്ന് മാഡം നിങ്ങൾ ഒന്നോർത്തും പേടിക്കണ്ട, ഞാൻ എന്തായാലും പുള്ളിക്കാരിയെ ഡേറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവൻ റിജക്ട് ചെയ്തത് കൊണ്ടാണ് യാങ് അവിടെ കിളി പോയി നടക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അമ്മ ഇവനോട് അല്ല നിങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരല്ലേ, എത്രയോ കാലം ജീവിക്കേണ്ടവരാ, എന്റെ മകളെ നിങ്ങൾ എന്താ ഇത്രയും വെറുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അല്ല ഞാൻ അങ്ങനെ പുള്ളിക്കാരെ വെറുക്കുന്നല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ അമ്മ ഓ അപ്പോ ഇഷ്ടപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് നീ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, പൈസയുടെ കാര്യത്തിലായാലും വർഷാവർഷം വിദേശ ട്രിപ്പിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ ഒന്നിനും ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ആ ഒരു രീതിയിൽ തന്റെ മകളെ ഒന്ന് ഇഷ്ടപ്പെട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവരോട് എനിക്കറിയാം മാഡം, എനിക്കറിയാം യാങ് വളരെ നല്ലൊരു വ്യക്തിയാണെന്ന്, പക്ഷെ അവളെ എന്തായാലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ അവൾക്ക് കിട്ടേണ്ടത്. ഞാനിപ്പോഴും എന്റെ ലൈഫിൽ മറ്റൊരാളെ ക്ഷണിക്കാനായിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അമ്മ ഒരുപാട് ഇവനെ വീണ്ടും നിർബന്ധിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അവൻ അവന്റെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഹിയോ വീണ്ടും ആ ഒരു CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് പുറത്തു നിന്നുള്ള ഒരു CCTVയിൽ ഇവന് സുപരിചിതമായിട്ടുള്ള ഒരു രൂപം കാണുകയാണ്. ഇവന് കറക്റ്റായിട്ട് ആ ഒരു വ്യക്തിയെ മനസ്സിലാവുകയാണ്. മാത്രമല്ല ധാരിയുടെ ഇമെയിലിൽ നിന്നാണല്ലോ മറ്റേ ആ ഒരു കമ്പനിയുടെ ഇമെയിലിലേക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചെന്നിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഇമെയിൽ ID ഇപ്പോൾ നിലവിലില്ല, ഓൾറെഡി തന്നെ അത് ഡിലീറ്റ് ആയിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർ നെയിമും കാര്യങ്ങളൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അന്വേഷിക്കാനും 30 വയസ്സിന് മുകളിലോടുള്ള മറ്റേ ആ ഒരു മോംസ് ജോയ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് എടുക്കാനൊക്കെ ഹിയോ മിനിനെ ഏർപ്പാട് ചെയ്യുകയാണ്. ഇവൻ രണ്ടും കൽപ്പിച്ച് തന്നെ എന്തായാലും ദാരിയുടെ ആ ഒരു പേര് ക്ലിയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവന്റെ സംശയത്തിൽ ഒരുപാട് പേരുണ്ട്. അതിലെല്ലാം തന്നെ ആ ഒരു ജീഹിയും ഹോങ്ങും ഒക്കെ തന്നെയുണ്ട്. ഇവൻ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് വീണ്ടും ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഇവളോട് ഇയാൾ ആ ഒരു കുറ്റം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞ് ഭയങ്കരമായി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവൾ ഇതുവരെയും കുറ്റം സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഹിയോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ അങ്ങ് നിർത്തിയേക്കും. നമ്മളെ സത്യം കണ്ടെത്താനല്ലേ ശ്രമിക്കുന്നത്, അല്ലാതെ അടിച്ചമർത്തി കുറ്റം സമ്മതിപ്പിക്കാനല്ലോ എന്ന് പറഞ്ഞ് ഇവളത് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ഇവൻ വീണ്ടും ആ ഒരു ഓഡിറ്ററിനോട് സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ദാരി ആ ഒരു ഓഡിറ്റർ പറഞ്ഞത് ശരിയാണ്, ഞാനാണ് ഈ ഒരു കുറ്റം ചെയ്തത്, ഞാനാണ് ഡീറ്റെയിൽസ് മറ്റേ ആ കമ്പനിക്ക് ചോർത്തി കൊടുത്തത് എന്ന കാര്യം പറഞ്ഞ് ഇവൾ ആ ഒരു കുറ്റം ഏറ്റെടുക്കാണ്. ഹിയോനൊന്നും മനസ്സിലാവുന്നില്ല. ഇവള് മൊത്തത്തിൽ ആ ഒരു കുറ്റം ഏറ്റെടുക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്, എന്റെ ടീമില് ഒരു മെമ്പേഴ്സിനോ മറ്റാർക്കോ ഒരു അറിവില്ല എന്ന് പറയുമ്പോൾ ഹിയോ ഇവളോട് ദാരി നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞ ആ ഒരു ഓഡിറ്ററിനോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് സമയം വേണം എന്ന് പറയുന്നു. പക്ഷേ ഇവളായിട്ട് തന്നെ അത് വേണ്ട എന്ന് പറയുകയാണ്. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരും, എനിക്ക് ഇനി ആരോട് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഇവളായിട്ട് കുറ്റം സമ്മതിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സിനായിട്ട് ഇവളെ വിളിച്ചോണ്ട് പോവാണ്. ഹിയോനെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഹിയോ അവളുടെ പേര് ക്ലിയർ ആക്കാനാണല്ലോ ശ്രമിച്ചത്. പക്ഷെ അവളായിട്ട് തന്നെ ഇപ്പോൾ അതെല്ലാം എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് ഇവനെ മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവളത് ചെയ്തതിന് കാരണം അന്ന് ജിഹി ഇവളെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയിരുന്നല്ലോ. എന്നിട്ട് ഇവളോട് പറഞ്ഞത് എനിക്കറിയാം നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന്. ഹിയോ എന്നോട് പറഞ്ഞിരുന്നു നിന്റെ ഐഡന്റിറ്റി അവൻ മറച്ചത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്നെയാണ് ഇപ്പൊ എല്ലാവരും കുറ്റക്കാരിയായിട്ട് കാണുന്നത്. അങ്ങനത്തെ വ്യക്തിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നമ്മുടെ ഷെയർ ഹോൾഡർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അവരുടെ മീറ്റിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. മുന്നേ വല്ല നമ്മുടെ എല്ലാവരുടെയും പ്ലാൻ എല്ലാവരും കൂടി ചേർന്ന് ഹിയോനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ട് എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവള് അതെങ്ങനെ ഞാൻ കാരണം പുള്ളി അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജിഹി ഹിയോന്റെ ടീമിലെ മെമ്പർ ആണല്ലോ. ഇവളെ മാത്രമല്ല ഇവളെ സപ്പോർട്ട് ചെയ്ത് നിന്നാണ് ഹിയോ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ പോലെ ഹിയും അവർക്ക് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കും. ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനെയും ഒരു സ്പൈ ആയിട്ട് മാത്രമേ എല്ലാവരും കാണൂ. അവനും കൂടെ ചേർന്നാണ് ഇവളോടൊപ്പം നിന്ന് ആ ഒരു കാര്യം ലീക്ക് ആക്കിയതെന്ന് എല്ലാവരും എടുക്കും. അവൻ എന്തായാലും വൈസ് പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കറണ്ട് പൊസിഷനും വഹിക്കാനാവില്ല. എന്തായാലും കമ്പനിയിൽ നിന്ന് ഡിസ്മിസൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതെല്ലാം തടയാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. എങ്ങനെയാണെന്ന് വെച്ചാല് നീ ആയിട്ട് തന്നെ നീ മാത്രമാണ് ആ കുറ്റം ചെയ്തതെന്ന് എല്ലാ സ്വയം അങ്ങ് ഏറ്റെടുത്ത് പറഞ്ഞാൽ മതി. വേറെ ആർക്കും ഇതിൽ ഒരു പങ്കില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഹിയോന് സ്വന്തം അച്ഛന്റെ കമ്പനിയിൽ പോലും നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ടീമിലുള്ളവരെയും പിരിച്ചുവിടും. നിങ്ങളുടെ ടീമിലുള്ളവരും എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അവരുടെ ഈ കമ്പനിയിലെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ഇവളെ മാനസികമായിട്ട് തളർത്തുകയാണ്. അതിന് പിന്നില് വേറെ ഉദ്ദേശങ്ങളുണ്ട്. സോ ഇമോഷണലി ഇവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു കുറ്റം എല്ലാം തന്നെ ജിഹി സ്വയം ഇവളെ കൊണ്ട് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവളാണ് ആ ഒരു കുറ്റം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇവളായിട്ട് തന്നെ കമ്പനിയിൽ നിന്ന് രാജിവെക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കുറ്റം എല്ലാം ഏറ്റുപറഞ്ഞ് അത് സത്യമാണ് എന്ന രീതിയിൽ ഒപ്പിട്ട് നൽകുകയാണ്. ഇവളുടെ കാരണം മറ്റൊരാൾക്കും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾ ആ ഒരു കാര്യം സ്വയം ഏറ്റെടുക്കുന്നത്. പക്ഷേ ദാരി അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതിനെ പറ്റി ഇവരുടെ ടീമിൽ ആരും തന്നെ അത് വിശ്വസിച്ചിട്ടില്ല. എന്നാൽ ഈ മാനേജർ വന്നിട്ട് വീണ്ടും ദാരി ആ ഒരു കുറ്റം ഏറ്റെടുത്ത കാര്യമൊക്കെ പറയാണ്. അവളത് ചെയ്തതുകൊണ്ടല്ലേ അവളത് ഏറ്റെടുത്തത് എന്ന രീതിയിൽ സംസാരിച്ച് പറയുമ്പോൾ ഇവർക്കത് വിശ്വസിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളോട് നല്ല വഴക്കാനായിട്ട് പോവാണ്. അതിനുശേഷം ഇപ്പോൾ യാങ് അമ്മയോട് വന്ന് ഒരു കാര്യം പറയാണ്. അതായത് ഇവളെ US പോവാണ്, തനിക്ക് എടുക്കാൻ പറ്റാതെ പോയ ഒരു ഡിഗ്രി എടുക്കണം, അത് കഴിഞ്ഞ് മതി കല്യാണം എന്ന് പറയുമ്പോൾ അമ്മ ഷോക്കായിട്ട് അപ്പോ നീ വോയിനെ ഉപേക്ഷിക്കാണോ, ആ ശ്രമം എല്ലാം ഉപേക്ഷിക്കാണോ മോളെ, ഞാനും പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ നല്ല വ്യക്തിയായിട്ടാ തോന്നിയത് എന്ന് പറയുമ്പോൾ ഇവളെ വിചാരിക്കുന്നത് അമ്മ അവനെ കാണാൻ പോയി അവനെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അല്ല അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കുമ്പോ അമ്മ ഞാൻ അവനെ ഭീഷണിപ്പെടുത്താനൊന്നും അല്ല പോയത്, നീ ഇവിടെ കിടന്ന് കഴിപ്പില്ല കുടിപ്പില്ല ഒരു ചിരി പോലും നിന്റെ മുഖത്തില്ല, പിന്നെ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ പോയത് എന്ന് പറയുമ്പോൾ ഇവള് അതൊന്നും വേണ്ട വിട്ടേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പുഷ് ചെയ്ത് ഫീലിംഗ്സ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല, അത് പുള്ളിയുടെ ലൈഫ് കൂടുതൽ ക്രിട്ടിക്കൽ ആക്കേയുള്ളൂ, ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവണ്ട, അത് വിട്ടേക്കാം എന്ന് വളരെ സങ്കടത്തിൽ പറയുമ്പോൾ അമ്മ ജോൺ ഇവൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച ആ ഒരു ഡ്രോയിങ്ങും അതുപോലെ തന്നെ ഡ്രിങ്കും എടുത്ത് ഇവൾക്ക് നൽകാണ്. അത് കാണുമ്പോൾ ഇവള് വീണ്ടും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. ജോൺ ഇവളോടൊപ്പം ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നല്ലോ, അത് അവന്റെ ഒരു ഏറ്റവും നല്ല പ്രീഷിതറുള്ള മെമ്മറി ആയിരുന്നിരിക്കാം. സോ ആ ഒരു ചിത്രമാണ് അവൻ വരച്ച് ഇവൾക്ക് നൽകിയിരിക്കുന്നത്. ഇവളും ആ ഒരു ചിത്രം നോക്കിയിട്ട് മനസ്സിൽ ജോൺ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു സമയം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, മറ്റെവിടെ നിന്നും കിട്ടാത്ത, അതായത് ഒരു പാർട്ടിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിന്നോ കിട്ടാത്ത സന്തോഷം കാര്യങ്ങളൊക്കെയാണ് ഇവൾക്ക് അവനോടൊപ്പം ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ കിട്ടിയത്. ഇവളും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യുന്നത്. അത് ഇവളും വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, വോ ഇവളെ സ്വീകരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വിഷമത്തിലാണ്.
എനിക്ക് ഈ ഒരു ഡ്രാമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പുള്ളിക്കാരിയാണ്. നിങ്ങൾക്കോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ജീഹി ഇവരുടെ ഷെയർ ഹോൾഡർമാരെ എല്ലാം തന്നെ പുറത്ത് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ എല്ലാം തന്നെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. ഹിയോനെ ഇവിടെ കുറ്റക്കാരനാക്കി ഇവരാരും തന്നെ അവന് ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. അതിനായിട്ട് ഇപ്പൊ മെയിൻ ആയിട്ടും അവന്റെ ടീമിലുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനും അതിന് കൂട്ടു നിന്നിട്ടുള്ള വ്യക്തി ആയിരിക്കും. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ഇത്രയും മോശമായിട്ട് കമ്പനിക്ക് ചീത്തപ്പേര് നൽകി തന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഷെയർ എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടമാവും. കമ്പനിയും കയ്യിൽ പോകും. പിന്നെ നിങ്ങളത് ചെയർമാനോട് ചെന്ന് പറഞ്ഞാൽ അയാൾ എന്തായാലും സ്വന്തം മകനെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവരോടെല്ലാം തന്നെ ജീഹിക്ക് ആ ഒരു പൊസിഷനും കാര്യങ്ങൾക്ക് നൽകാനായിട്ട് വോട്ട് ചെയ്യാനായി പറയാണ്. പക്ഷെ ആരും അതത്ര സമ്മതിക്കുന്നില്ല. ഇവരെല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഷെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ സേഫ് ആകുന്നത്? ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇപ്പോ ഇവരുടെ ഫാദർ തന്നെയാണല്ലോ. സോ ആ ഒരു കാര്യത്തിലൊന്നും ഇവർക്ക് ഒരു ഉറപ്പും കിട്ടുന്നില്ല. അതേ സമയത്ത് കറക്റ്റ് ഹോങ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവൻ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നല്ലോ ഇവനാണ് ഇവരുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന്. സോ ഇവൻ തന്നെ ജീഹിക്ക് ഒരു സപ്പോർട്ട് നൽകാനായിട്ട് ഇപ്പോൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇവന്റെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഇവരുടെ അച്ഛനെ ഇവർക്ക് ഈസി ആയിട്ട് അടിച്ച് പുറത്താക്കാൻ സാധിക്കും. സോ ഇവനായിട്ട് തന്നെ ഇപ്പൊ മുന്നിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തായാലും പിന്നാലെ വരുമല്ലോ. ആ ഒരു രീതിയിൽ ഇവൻ കൺവിൻസ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ മദേഴ്സ് ടീമും ദാരിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ ഫോണും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അവരെ വീട്ടിൽ അന്വേഷിച്ചു പോയാലോ നേരിട്ട് കണ്ടാലോ എന്നൊക്കെ തീരുമാനിക്കുന്നു. പക്ഷെ അവൾക്ക് എന്തായാലും കുറച്ച് സ്പേസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അവളോട് സംസാരിക്കേണ്ട, അവൾ കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറയാണ്. ദാരിയും ഇവിടെ ഒരു താല്പര്യം ഇല്ലാതെയാണ് ആ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇവളുടെ ആ ഒരു ജോലിയുടെയും ആ ഒരു കമ്പനിയുടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എടുത്തു മാറ്റാനായിട്ട് ഇവള് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഹിയോ ഇവളെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് ഇവളോട് നീ എന്തിനാ ഒരു കുറ്റം സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവനോട് അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഈ പ്രോജക്റ്റിന് ശേഷം ജോലി രാജിവെക്കാൻ പോവാണെന്ന്. അതിനുശേഷം എനിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി വേണമെന്ന് തോന്നി, പൈസ വേണമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തത് എന്ന് പറയുമ്പോൾ ഹിയോന് അത് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം ഇവൾ അങ്ങനെ ഒരു മൈൻഡുള്ള വ്യക്തിയാണെന്ന് ഇവനെ തോന്നിയിട്ടേ ഇല്ല. ഇവൻ അറിയാവുന്ന വ്യക്തി അങ്ങനത്തെ വ്യക്തിയല്ല. ഇവളുടെ ജീവൻ പോലും കളഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ദാരി. മറ്റുള്ളവരുടെ ജോലി സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ ജീവൻ പോലും മറന്നിട്ട് അന്ന് നീന്തൽ അറിയാതെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടിയത് പോലും. സോ അങ്ങനത്തെ ഒരു വ്യക്തി ഒരിക്കലും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഹിയോ തറപ്പിച്ച് പറയാണ്. എന്നിട്ട് ഇവളോട് സത്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൾ ആ ഒരു കാര്യം ഇവനോട് പറയുന്നില്ല. എനിക്ക് നിങ്ങളായിട്ട് ഇനി യാതൊരു ബന്ധത്തിനും താല്പര്യമില്ല, ഞാൻ നിങ്ങളോട് ബ്രേക്കപ്പ് ആവാണ് എന്ന് പറഞ്ഞ് ഇവള് പോകാൻ തുടങ്ങുമ്പോൾ ഇവളെ തടഞ്ഞിട്ട് നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ തന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്, നിങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചോളാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞ് ഇവനെയും കൂടി കുറ്റപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പേരിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നാണക്കേടെന്ന് പറയുന്നത് ചെയർമാന്റെ മകനെ കൂടി വളച്ചെടുത്ത് ഇവളെ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നൊരു ന്യൂസ് ഉണ്ടല്ലോ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവന്റെ തലയിൽ കൊണ്ടിട്ട് എന്റെ സ്ഥാനം എന്തായിരുന്നെന്ന് മറന്നാണ് ഞാൻ പെരുമാറിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവനോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോവാണ്. ഹിയോൻ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ തന്നെ ഭയങ്കര സ്റ്റക്കായിട്ട് സാഡായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇവള് തിരിച്ചു വന്ന് ഇവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. ഇവള് കാരണം ഇനി അവനൊരു പ്രശ്നം ഉണ്ടാവട്ടെ എന്ന രീതിയിലാണ് ഇവൾ ആ ഒരു കാര്യങ്ങളൊക്കെ മുഖത്തടിച്ചതുപോലെ ഒരു ബ്രേക്കപ്പ് അവനോട് പറഞ്ഞത്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തൊരു